ഇന്നലെ ആ പുതിയ ഡ്രസ് ഇട്ടപ്പോൾ സൂപ്പറായിരുന്നു. അമ്മയ്ക്കും ചന്ദ്രമ്മയ്ക്കും ആ ഡ്രസ്സ് വളരെ ഇഷ്ടപ്പെട്ടു. അത് വാങ്ങുമ്പോൾ ചിന്നുവിൻ്റെ അളവിന് അത് കറക്റ്റ് ആയിരിക്കുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷെ എല്ലാം കൃത്യമായി. എനിക്ക് വേണ്ടി അളവെടുത്ത് തയ്പ്പിച്ചതുപോലെ തന്നെ ഉണ്ടായിരുന്നു. അത് വാസ്തവമായിരിക്കാം. രാജരക്തത്തിന് മാറ്റം വരികയോ വരാതിരിക്കുകയോ ചെയ്യാം എന്ന് കരുതി രാജകീയമായ മണിമാലയ്ക്ക് ഒരു വ്യത്യാസവും വരില്ലല്ലോ. കാലം കൂടുന്തോറും മാറ്റു കൂടുതലേ ഉള്ളൂ. അത് സത്യമാണ്. കൊട്ടാരം മണിമാലയ്ക്ക് അതിദിവ്യ ശക്തിയുണ്ട്. ദൈവീക പ്രഭാവമുള്ളതാണ് ആ മാല. ഇവളുടെ കയ്യിൽ രാജകീയമായ മണിമാലയുണ്ടെന്നാ ഇവള് പറയുന്നത്. പറയല്ല, അതെന്റെ പക്കലുണ്ട്. എന്നുവെച്ചാൽ ഈ വീട്ടിലല്ല, അതുപോലുള്ള ദിവ്യമായ വസ്തുക്കൾ സൂക്ഷിക്കുന്ന ഒരു സ്ഥലത്താ. നാഗബന്ധനത്തിലാ ആ മാല സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അത് ഈ തമ്പുരാട്ടി പറഞ്ഞത് വാസ്തവമാണ്. മണിമാല പോലുള്ള വസ്തുക്കളൊന്നും അശുദ്ധമായ സ്ഥലങ്ങളിൽ സൂക്ഷിക്കാൻ പാടില്ല. അതിന്റെ സാന്നിധ്യം തന്നെ ഒരു സ്ഥലത്തെ ക്ഷേത്രതുല്യമാക്കും. അതുകൊണ്ട് പവിത്രമായി സൂക്ഷിക്കേണ്ട ഒരു ദിവ്യ വസ്തുവാണ് ഈ മണിമാല. അതെന്തോ ആയിക്കൊള്ളട്ടെ, നീ ഇപ്പൊ ആ മാല എടുത്തുകൊണ്ട് വന്ന് ഈ ജ്യോത്സ്യരെ കാണിക്ക്. അത് ശരിക്കുള്ള മണിമാലയാണോ എന്ന് ഇദ്ദേഹം നോക്കിയിട്ട് പറയും. പഴക്കവും തിളക്കവും മാറ്റും ക്യാരറ്റും ഒക്കെ ജ്യോത്സ്യർക്ക് കാണുന്ന മാത്രയിൽ തന്നെ അത് തിരിച്ചറിയാൻ കഴിയും. ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്കത് 6 നൂറ്റാണ്ട് പഴക്കമുള്ള മണിമാലയാണോ അല്ല അതുപോലെ തയ്യാർ ചെയ്ത ഡ്യൂപ്ലിക്കേറ്റ് മാലയാണോ എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. എനിക്കതിന് ഒരു ഉപകരണങ്ങളുടെയും ആവശ്യമില്ല. ഈ കണ്ണുകൾ മാത്രം മതി. അതിന്റെ ലക്ഷണം നോക്കി അത് ഒറിജിനലാണോ അല്ല തട്ടിപ്പാണോ എന്ന് പറയും. നീ എന്താ അന്തം വിട്ട് വായും പൊളിച്ച് നിൽക്കുന്നത്? അകത്തേക്ക് പോയി ആ മാല എടുത്തോണ്ട് വാ. അത് പിന്നെ ഞാൻ ഒരു ഒഴിവ് കഴിവും നീ പറയണ്ട. ആ മാല ഇപ്പോ ഇവിടെ കൊണ്ടുവരണം. മണിമാല മാത്രമല്ല, മറ്റു പലതും ഡ്യൂപ്ലിക്കേറ്റ് ആണോന്ന് എനിക്കറിയണം. അതിപ്പോ ഇവിടെ കൊണ്ടുവരാൻ സാധ്യമല്ല. കുഞ്ഞുങ്ങളെ, ഞാനെന്തോ പറഞ്ഞു. ഇതായിരിക്കും ഐശ്വര്യയുടെ മറുപടി എന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഇവളുടെ കയ്യിലേ ആ മണിമാലയില്ല. ഐശ്വര്യ, ഏറെ തിരക്കുകളുള്ള ആളാണ് ഈ ജ്യോത്സ്യർ. ഇദ്ദേഹം ഇവിടെ വന്നിരിക്കുന്നത് വെറുതെ കളിതമാശകൾ പറഞ്ഞു പോകാൻ വേണ്ടിയല്ല. ആ മണിമാല നേരിൽ കണ്ട് അത് ശരിക്കുള്ളതാണോ എന്ന് ബോധ്യപ്പെടാൻ വേണ്ടിയാ. ഇങ്ങനൊരു ദിവ്യനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ അക്കാര്യം എന്നോട് നേരത്തെ സൂചിപ്പിക്കണ്ടേ? എന്തിന്? അതിന്റെ ആവശ്യം എന്താ? ഒരു തട്ടിപ്പ് മാല തട്ടിക്കൂട്ടാൻ വേണ്ടിയാണോ? ഇവിടെ നടക്കാൻ പോകുന്ന ഫംഗ്ഷന്റെ അന്നും ജ്യോത്സ്യനെത്തും. ഇന്ന് നീ കാണിക്കുന്ന മണിമാല തന്നെയാണോ അന്ന് കാണിക്കുന്നതെന്ന് അറിയാൻ. ഇങ്ങനൊരാള് മാല പരിശോധിക്കാൻ എത്തുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ മാല പരിശോധിക്കാൻ ഇദ്ദേഹത്തെ ഏത് ദിവസമാണ് വരുത്തേണ്ടതെന്ന് എനിക്ക് പറയാൻ സാധിക്കുമായിരുന്നു. ഇപ്പൊ ആ മാല ഇദ്ദേഹത്തെ കാണിച്ചാൽ എന്താ കുഴപ്പം? ദൈവികമായിട്ടുള്ള ആ മാല പുറത്തേക്ക് എടുക്കുവാനായി പ്രത്യേകം മുഹൂർത്തങ്ങളൊക്കെ ഉണ്ട്. ഓരോ വർഷവും ആദ്യത്തെ പൗർണമി നാളിൽ മാത്രമേ അത് പുറത്തേക്ക് എടുക്കാൻ പാടുള്ളൂ. അല്ലാത്ത ദിവസങ്ങളില് ആ മാല തൊട്ട് അശുദ്ധമാക്കിയാൽ അതിന്റെ ശുദ്ധിയും ദിവ്യത്വവും നഷ്ടപ്പെടും.
നീ വീണ്ടും എന്നെ കബളിപ്പിക്കാൻ നോക്കുകയാണോ? ആ, ആ, അതാണല്ലോ ഇവളുടെ സ്ഥിരം പരിപാടി. ഓരോരോ കള്ളങ്ങൾ പറഞ്ഞ് കുഞ്ഞുങ്ങളെ പറ്റിക്കുക. ഓ, നിന്റെ നിഷ്കളങ്കത മുതലാക്കി കാര്യങ്ങൾ നേടുക. ആ പതിവേ ഇപ്പോഴും ഇവിടെ തെറ്റിച്ചിട്ടില്ല. അല്ല, ഞാൻ പറഞ്ഞ വാസ്തവ. ഇക്കാര്യത്തില് എനിക്ക് കള്ളം പറയേണ്ട കാര്യമൊന്നുമില്ല. ഈ കുട്ടി പറഞ്ഞത് സത്യമാണ്. കൊട്ടാരം മണിമാല പുറത്തേക്കെടുക്കണമെങ്കിൽ അത് ആദ്യത്തെ പൗർണമി നാളിൽ തന്നെ വേണം എടുക്കാൻ. അല്ലാത്ത പക്ഷം ഈ കുട്ടി പറഞ്ഞതുപോലെ തന്നെ അതിന്റെ ദിവ്യത്വം നഷ്ടമായേക്കും. ഞാൻ പറഞ്ഞ സത്യമാണെന്ന് ഇപ്പൊ ബോധ്യായില്ലേ? അപ്പോ ഞാൻ അടുത്ത പൗർണമി നാളിൽ വരാം. അടുത്ത പൗർണമിയാണല്ലോ ഈ വർഷത്തെ ആദ്യത്തെ പൗർണമി. എങ്കി പിന്നെ ഞാൻ പൊക്കോട്ടെ. പോയിക്കോ. കുഞ്ഞോളെ, അവള് പറയുന്നൊന്നും വിശ്വസിക്കരുത്. അവള് പഠിച്ച കള്ളിയാ. ആ കുട്ടി ഒരു രാജകുടുംബാംഗമാണെന്ന് പറഞ്ഞത് വാസ്തവമാ. ലക്ഷണപ്രകാരം ഒരു രാജകുമാരിയുടെ എല്ലാ ലക്ഷണങ്ങളും അവളിലുണ്ട്. അവളുടെ സിരകളിൽ ഒഴുകുന്നത് രാജരക്തം തന്നെയാ. മാഡം, എന്നാ പിന്നെ ഞാനങ്ങോട്ട്. എന്നാ പിന്നെ ഇവിടെ നടത്താൻ പോകുന്ന ഫംഗ്ഷന് ലക്ഷ്മിയെ ഈ കുടുംബത്തിലെ മരുമകളാക്കുമെന്ന് കുഞ്ഞോട് പറഞ്ഞിരുന്നു. എന്തെങ്കിലും വ്യത്യാസത്തിന് സാധ്യതയുണ്ടോ? ഈ രമാദേവി എനിക്കിട്ട് പണിയുമെന്നാ തോന്നുന്നത്. എങ്കിലിവക്കിട്ട് ഞാനും പണിയും. ചിന്നു, ഇന്നലെ ആ പുതിയ ഡ്രസ് ഇട്ടപ്പോ സൂപ്പറായിരുന്നു. അമ്മയ്ക്കും ചന്ദ്രമ്മയ്ക്കും ആ ഡ്രസ്സ് വളരെ ഇഷ്ടപ്പെട്ടു. അത് വാങ്ങുമ്പോ ചിന്നുവിന്റെ അളവിന് അത് കറക്റ്റ് ആയിരിക്കുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷെ എല്ലാം കൃത്യമായി. എനിക്ക് വേണ്ടി അളവെടുത്ത് തയ്പ്പിച്ചതുപോലെ തന്നെ ഉണ്ടായിരുന്നു. എന്തിനാ വെറുതെ വില കൂടിയ ഡ്രസ്സൊക്കെ വാങ്ങി പൈസ കളഞ്ഞ്? എനിക്കൊന്നും അറിയണ്ട. ഇന്നുച്ചയ്ക്ക് ഇവിടെ ഗസ്റ്റുകൾ വരും. ആ കൂട്ടത്തിൽ നീയും ഉണ്ടാകും.